റസൂലുള്ളാഹി ചൊല്ലിക്കൊടുത്തതാണ്. റസൂലുള്ളാഹി ചൊല്ലിക്കൊടുത്ത എത്രയോ ബൈത്തുകളുണ്ട്, കിതാബുകളുണ്ട് ഉറക്കത്തിൽ മഹാന്മാർക്ക്. അൽ മുൻഫരിജ എന്ന് പറയുന്ന കവിത അതിൽപ്പെട്ടതാണ്. ഇമാം ഗസാലി തങ്ങൾ, ഇമാം ഖുറശി തങ്ങൾ, താജുദ്ദീൻ സുബ്കി തങ്ങളൊക്കെ അതിന്റെ രചയിതാക്കളായി അറിയപ്പെടും. വലിയ കവിതയാണ്. ബുർദ അല്ലാഹു റസൂൽ സമ്മതം കൊടുത്ത ബൈത്താണ്. അൽ വിതിരിയ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുകയും പറഞ്ഞു കൊടുത്തയും ബൈത്താണ്. വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ ആ കിതാബിൽ പറയുന്ന വിശ്വാസങ്ങൾ അത് പഠിച്ചു വെക്കുന്ന ആളുകൾക്ക് ഈമാൻ തെറ്റുകയില്ല എന്നാണ്. പഴയ കാലത്ത് നമ്മുടെ പള്ളി ദർസുകളിലും, ഇപ്പം പള്ളി ദർസിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മദ്രസകളിലൊക്കെ അതുണ്ടായിരുന്നു. നബിമാരെ പറ്റി മറ്റൊക്കെ അതിന്റെ വരികളാണ്. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ രക്ഷയുടെ മാർഗം. ബുർദ ചൊല്ലുന്ന ഉമ്മമാർ ഈമാൻ തെറ്റുകയില്ല. എല്ലാ വ്യാഴാഴ്ചയും ഒരാൾ ബുർദ ചൊല്ലിയാൽ അവന് സൂൽ ഖാത്തിമ, അന്ത്യം ചീത്തയാവുകയില്ല എന്ന് അല്ലാമ ഖർബൂത്തി തന്റെ അസീദ ബിശർഹിൽ ബുർദ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. തബാറക ഓതുന്നവനിക്ക് ഖബറിന്റെ ശിക്ഷയുണ്ടാവുകയില്ല. വാഖിയ സൂറത്ത് ഓതുന്നവർക്ക് ദാരിദ്ര്യം കൊണ്ട് പരിശോധിക്കപ്പെടുകയില്ല. പക്ഷെ അതൊക്കെ വഅളും പ്രസംഗവുമായി പോയി. അതൊക്കെ കേൾക്കാനും പറയാനും മാത്രമുള്ളതായി, അമൽ ചെയ്യാൻ ആളില്ലാതെയായി. ബുർദ ചൊല്ലുന്നവർക്ക് റസൂലുള്ളാഹിന്റെ സ്വപ്ന ദർശനം ഉണ്ടാകും. അഖീദത്തുൽ അവാം ചൊല്ലുന്നവരുടെ ഈമാൻ പിഴക്കുകയില്ല. ഇമാം സനൂസി തങ്ങളുടെ ഉമ്മുൽ ബറാഹീൻ എന്ന അഖീദ അത് ഓതിയവർക്ക് പലർക്കും റസൂലുള്ളാഹിന്റെ ഭാഗത്ത് ഇശാറത്ത് ലഭിച്ചവർ. സുഹൃത്ത് മരിക്കുകയാണ്, ഒരു പണ്ഡിതൻ കാണുകയാണ്, എന്ത് എന്റെ ഹാല്? ഖബറിൽ മലക്കുകൾ വന്ന് എന്നോട് ചോദിച്ചു. മലക്കുകൾ എന്നോട് ചോദിച്ചപ്പോൾ ചിലതിനൊക്കെ മറുപടി പറയാൻ പ്രയാസം വന്നു. ഞാൻ പറഞ്ഞു, എന്നോടൊരു മലക്ക് പറഞ്ഞു, നിനക്ക് അല്ലാമ സനൂസിയുടെ ഉമ്മുൽ ബറാഹീന് പോലും പഠിക്കാൻ ഒഴിവ് കിട്ടിയില്ലല്ലടാ എന്ന് പറഞ്ഞ് എന്നെ ആ മലക്ക് ശിക്ഷിച്ചു എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പറഞ്ഞത് കിതാബുകളിൽ കാണാം. അത് കഴിഞ്ഞ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ, 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. ഷഹാദത്ത്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സദസ്സിലുള്ള എല്ലാവരും ഷഹാദത്തോടു കൂടെ ജനിച്ചവരാണ്. ഏതൊരാളും ഒരു മുസ്ലിമിന്റെ മകനായി ജനിച്ചാൽ അൽഹംദുലില്ലാഹ് മുസ്ലിമായാണ് ജനിക്കുന്നത്. ആ മുസ്ലിമിന്റെ സന്താനങ്ങൾ അവര് മുസ്ലിമാണോ, അവര് മുസ്ലിമിന്റെ വിധിയിൽ ഏതായാലും അല്ല എന്നതിൽ തർക്കമില്ല. അവർക്ക് പ്രായപൂർത്തിയെത്തി അവരുടെ സ്വയേഷ്ടത്താൽ ഇസ്ലാമിലേക്ക് വരണം. അല്ലെങ്കിൽ അവരുടെ ഉപ്പയോ ഉമ്മയോ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവർ കൂടെ വരണം. എങ്കിലേ അവർ മുസ്ലിം ആവുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പ്രായപൂർത്തിയുടെ ശേഷമായിരിക്കണം. അപ്പോൾ ഷഹാദത്തോടുകൂടെയാണ് നമ്മളൊക്കെ ജനിച്ചത്. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഈ 4 കാര്യങ്ങൾ അതാണ് കർമ്മപരമായി റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതാണ് ഇന്ന് ഫിഖ് എന്നറിയപ്പെടുന്ന ലോകം. റസൂലുള്ളാഹി തങ്ങളുടെ ആശീർവാദമുള്ള ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ, ഹനഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുണ്ട്. അതിലേക്കൊന്നും അതിന്റെ ഒരു മൂലയിലേക്ക് പോലും കർമ്മശാസ്ത്രം മണിക്കൂറുകൾ പറഞ്ഞാൽ എത്തുകയില്ല സഹോദരന്മാരെ. അതൊക്കെ നമ്മൾ വാതിൽ കേൾക്കുന്നതും പഠിക്കുന്നതുമാണ്. നാം അതിന് ആ ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരുങ്ങുന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഇഹ്സാൻ, തസവ്വുഫ്, ആത്മീയമായ വളർച്ച. നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, സകാത്ത് കൊടുത്താൽ, ഹജ്ജ് ചെയ്താൽ അത് സ്വീകാര്യമാകാൻ, അത് വേണ്ട പോലെയാകാൻ, അത് ആഖിറത്തിൽ ഫലപ്രദമാകാൻ പല നിബന്ധനകളുമുണ്ട്. കർമ്മശാസ്ത്രത്തിലൊരു വിഷയമാണ് ഉളുഹിയ്യത്ത്, അഖീഖത്ത്, ഹദിയ ഒക്കെ. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയും, അല്ലാഹു തആല പറയുന്നു ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച്, അല്ലാഹുവിന് വേണ്ടി അറുക്കുന്ന മൃഗം അത് വളരെ തടിയുള്ളതായിരിക്കണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നല്ല രക്തമുള്ളതായിരിക്കണം, നല്ല പുഷ്ടിയുള്ളതായിരിക്കണം. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്. അത് സുന്നത്തായ കർമ്മമാണ്. പക്ഷേ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, തടിക്കൊഴുപ്പുള്ള മൃഗം വേണമെന്ന് റസൂലുള്ളാഹി നിങ്ങളോട് പഠിപ്പിച്ചതിന്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കിയോ?
അല്ലാഹുവിന് ആ മാംസം വേണ്ട കേട്ടോ. വലാ ദിമാഉഹാ, അതിന്റെ രക്തം അല്ലാഹുവിന് വേണ്ട, അത് ജനങ്ങൾ തിന്നുന്നതാണ്. നിങ്ങൾ ജനങ്ങൾക്കല്ല അമൽ ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ഈ തടിയുള്ളതിനെ വാങ്ങിയത്, അത് സുന്നത്തായത്? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ഒരു തടിയുള്ള മൃഗത്തെ നീ ഉളുഹിയത്ത് അറുക്കുമ്പോൾ, ഒരു തടിയുള്ള മൃഗത്തെ നിന്റെ മകന്റെ കുട്ടിക്ക് വേണ്ടി നീ അഖീഖത്ത് അറുക്കുമ്പോൾ, ആ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ഒരു തടിയില്ലാത്തതിനെ കൊണ്ടുപോവുക? ഒരു ചാകാളി എങ്ങനെ കൊണ്ടുപോകും എന്ന നിലക്കാവരുത് കേട്ടോ. എങ്കിൽ അത് പടപ്പുകൾക്കുള്ളതാണ്, അത് റബ്ബ് തആല സ്വീകരിച്ചിട്ടില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ഉളുഹിയത്ത് അറുക്കുമ്പോൾ തടിയുള്ള മൃഗമാകൽ സുന്നത്താണ്. ആ സുന്നത്തായ തടിയുമുള്ള മൃഗത്തെ അതുപോലെ തന്നെ മറ്റൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം കൊണ്ട് നിന്റെ മനസ്സകത്ത് എന്താണ് ലക്ഷ്യമെന്ന് അല്ലാഹു തആല നോക്കും. അല്ലാഹുവിന് വേണ്ടി തടിക്കൊഴുപ്പ് കൂട്ടണം, അല്ലാഹുവിന് വേണ്ടി രക്തമുള്ളതിനെ അറുക്കണം, അല്ലാഹുവിന് വേണ്ടി വെള്ള വസ്ത്രം ധരിക്കണം, അല്ലാഹുവിന് വേണ്ടി തലയെക്കെട്ട് കെട്ടണം, അല്ലാഹുവിന് വേണ്ടി വെള്ളത്തുണി എടുക്കണം, അല്ലാഹുവിന് വേണ്ടി പള്ളി എടുക്കണം, അല്ലാഹുവിന് വേണ്ടി മദ്രസ എടുക്കണം, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലണം, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന് വേണ്ടി ദർസ് നടത്തണം, അല്ലാഹുവിന് വേണ്ടി വഅദ് പറയണം, അല്ലാഹുവിന് വേണ്ടി സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഈ ബാഹ്യ പ്രകടനം കൊണ്ടായില്ല, ഈ ബാഹ്യ പ്രകടനമില്ലാതെയും പറ്റില്ല. ഈ ബാഹ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ ഈ കർമ്മങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ മനസ്സകത്ത് എന്താണ് ലക്ഷ്യമെന്ന് റബ്ബ് തആല നോക്കുന്നു. അതിനനുസരിച്ചാണ് നിസ്കാരം സഹിയാകുന്നത്, അതിനനുസരിച്ചാണ് പള്ളി സ്വീകരിക്കപ്പെടുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ പള്ളിയിലേറെ ഭംഗിയിൽ ഒരു പള്ളി അപ്പുറത്ത് നിർമ്മിക്കുന്നു. മഹാനായ നബി തങ്ങൾക്കതാ ബാഹ്യ നിയമങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്, ബാഹ്യത്തിലെല്ലാം ചെയ്തു കൊടുക്കുന്നവരാണ്. നബി തങ്ങളതാ അങ്ങോട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി പോകാനൊരുങ്ങുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിക്കൊണ്ട് പറയുന്നു, നബിയേ ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. നബിയെ, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് നബി തങ്ങൾ പോകരുത്. ഉദ്ഘാടനത്തിന് പോകരുതെന്ന് മാത്രമല്ല, ആ പള്ളിയില്ലാത്ത കുംഫി തങ്ങൾ നിസ്കരിക്കരുതെന്ന് മാത്രമല്ല, അവിടെ നിൽക്കുക പോലും ചെയ്യരുത്. തഖ്വയില്ലാത്ത പള്ളിയാണ്. അതാണ് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ മനസ്സകത്ത് റബ്ബിന് വേണ്ടിയാണോ പള്ളിയെടുത്തത് എങ്കിൽ മാത്രമേ ആ പള്ളി വഖഫ് സഹിയാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ ആഖിറത്തിൽ അതിന് കൂലിയുള്ളൂ, എങ്കിലേ പള്ളിയിൽ നിസ്കരിച്ച കൂലിയുള്ളൂ. അങ്ങനെയല്ലാതെ എടുത്ത പള്ളിയുടെ വിധി എന്താണ്? മഹാനായ ഹാഫിദ് സുയൂത്തി തന്റെ അൽ ഹബീലിൽ ഫതാവി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പള്ളിയെ സംബന്ധിച്ച് വിധിച്ചത് ഹദീസിൽ കാണാം. സ്വഹാബത്തെ കിറാമിനെ വിട്ടുകൊണ്ട് ആ പള്ളിയെ തകർത്ത് കളഞ്ഞു, പൊളിച്ചു കളഞ്ഞു. എല്ലാ പള്ളിക്കും ബഹുമാനമില്ല. പലരും പറയാറുണ്ട്, അമ്പലമല്ലല്ലോ ബഹുമാനിക്കേണ്ടത്.